ഹലോ വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ സ്റ്റാർട്ടിങ് തന്നെ നിങ്ങൾ വിചാരിക്കും ഇതിപ്പോൾ എന്താണ് ഈ തയ്യാറാക്കുന്നത് എന്നുള്ളത്. ഇത് നമ്മുടെ റോസ് ഹെർബൽസിലോട്ടുള്ള പാക്കിങ്ങിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ നമ്മൾ റോസ് ഹെർബൽസിലെ പ്രോഡക്റ്റ്സ് എല്ലാതും 100% നിങ്ങൾക്ക് വിശ്വസിച്ച് യൂസ് ചെയ്യാം. അടിപൊളിയാണ്, അതിലൊരു കുറവുമില്ല. എല്ലാം നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ്സാണ്, നല്ല റിസൾട്ട് ഉണ്ടാകുന്ന പ്രോഡക്റ്റ്സാണ്. പക്ഷേ ഞാൻ അതിലൊരു വശം നോക്കിയില്ല. അതെന്താണെന്ന് വെച്ചാൽ പാക്കിംഗ് സൈഡ്. നമ്മൾ എന്താ പറയുക, ആ ഒരു പ്രോഡക്ട്സിൻ്റെ ക്വാളിറ്റി മാത്രമേ നോക്കിയുള്ളൂ. പാക്കിങ്ങിൻ്റെ ഭാഗത്ത് അധികം നോക്കാത്തതുകൊണ്ട് തന്നെ കുറച്ച് പേരൊക്കെ പറഞ്ഞിരുന്നു പാക്കിംഗ് ഒന്നുകൂടെ നന്നാക്കണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം ഇനി നമ്മൾ കൊടുക്കുന്നത് ഇതുപോലത്തെ പാക്കിങ്ങിലായിരിക്കും. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാലട്ടോ ഇതൊക്കെ സെറ്റ് ആവുള്ളൂ. കാരണം നമ്മൾ ഇത്രയും നാൾ ചെയ്തതൊക്കെ നമ്മൾ നോർമൽ പാക്കിങ്ങിലായിരുന്നു, അത് സാധാ അയക്കുന്ന പോലെയായിരുന്നു. പിന്നെ നമ്മൾ ബോക്സിലൊക്കെ ആയിട്ട് പ്രീമിയം കസ്റ്റമേഴ്സിന് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ഗിഫ്റ്റ് ബോക്സൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതായിരിക്കും ഇനിയുള്ള പാക്കിങ് കേട്ടോ. ഒരുപാട് നമ്മുടെ വ്യൂവേഴ്സ് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് എനിക്കിത് മനസ്സിലായത്. ഞാനും അത് ആലോചിച്ചില്ല. നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും കുറേ ഫോൾട്ടുകളുണ്ടാവും. അതിൽ നമുക്ക് വന്നൊരു ഫോൾട്ടാണ് ഈ ഒരു പാക്കിംഗ് സൈഡ് കേട്ടോ. ഇതുവരെയും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന പാക്കിംഗ് ഞാൻ കാണിച്ചു തരുന്നുണ്ട്, ഞാൻ അവിടെ ചെന്നിട്ട് കാണിച്ചു തരുന്നുണ്ട്. അപ്പം ഈ ഒരു ബോക്സ്, കാരണം നമ്മൾക്കിപ്പം സ്റ്റാഫുകൾ ഒരു 3 സ്റ്റാഫാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് മാനേജബിൾ അല്ല, ഓർഡർ എടുക്കുന്നതും ഇത് പാക്കിങ്ങും അത് എഴുതിണ്ടാക്കുന്നതും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എല്ലാം കൂടി തുടങ്ങണ്ടല്ലോ വിചാരിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ ആക്കിയത് കേട്ടോ. പിന്നെ നമ്മുടെ ഇവിടെ നല്ലോണം പുല്ല് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മൊത്തം കാടായിരുന്നു. ഇപ്പം അത് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പുല്ല് വെട്ടുന്നത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സാധാരണ ഈ സമയത്തൊന്നും ആരും പുല്ല് വെട്ടിക്കില്ല. പക്ഷേ ഇവിടുന്ന് ആ പുല്ലൊക്കെ ഇറങ്ങിയിട്ട് നമ്മുടെ ഈ ഗ്രില്ലിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്കൊക്കെ ചാടിയിരുന്നത്. ഇവിടെയൊക്കെ വെട്ടിയതാണ് കേട്ടോ. നല്ലോണം നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം ഒന്ന് വെട്ടിച്ചതാണ്. വെട്ടിക്കാൻ ആൾ വിട്ടതാണ്, പക്ഷേ ആൾ ഫുള്ള് വെട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെട്ടി ശേഷമുള്ള വീഡിയോസ് ഞാൻ വേറെ ദിവസം കാണിക്കാം കേട്ടോ. അപ്പോഴേക്കും അതിൻ്റെ ഡീസൽ കഴിഞ്ഞെന്ന് എന്തോ പറഞ്ഞു, അവർ പോയി. ഈ നെക്സ്റ്റ് ഡേ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം കണ്ടോ, ഇതൊക്കെ എന്താ പറയുക, എത്ര പെട്ടെന്നാണ് വളരണമെന്നറിയോ. എന്നിട്ട് നമ്മളിത് ഹൈറ്റിലായതുകൊണ്ട് ആ ഒരു ഇടയിൽ കൂടെ പുറത്തേക്ക് ചാടുവാണ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് ഭയങ്കര വൃത്തികേടായിട്ട് കാണുന്നുണ്ടായിരുന്നു. ഏതൊക്കെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നും. പിന്നെ ഇവിടെ കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ട് ഇക്കാക്ക്. ഞാൻ ഒന്ന് പുറത്ത് പോകുന്നുണ്ട്. എന്നാണെങ്കിൽ ഒരുപാട് തിരക്കുള്ള ദിവസം. ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് വീട് മാനേജ് ചെയ്യുന്നതും മക്കളെ നോക്കുന്നതും അതുപോലെ തന്നെ എല്ലാം കൂടി ഭയങ്കര ടഫായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പം എനിക്കൊരു മാനേജർ ഉണ്ട്, ആളുണ്ട് എൻ്റെ കൂടെ. പക്ഷെ എന്നിട്ട് പോലും എനിക്ക് വീട്ടിലെ കാര്യങ്ങൾ, ശരിക്കും വീട്ടിൽ എനിക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നല്ലൊരാൾ വേണമെന്ന് തന്നെ ഉള്ളൊരു സിറ്റുവേഷൻ ആയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതൊന്നും നടക്കുന്നില്ല. കാരണം നമ്മൾ ഇങ്ങനെ എന്താ പറയുക, പുറമേ വൃത്തിയാക്കിയിട്ട് ഉള്ളിൽ വൃത്തിയാക്കാൻ ഞാൻ എനിക്ക് എന്തോ ഒരു ഇടങ്ങേറാണ്. ഓരോന്നും ഡീപ്പായിട്ട് ഭയങ്കരമായിട്ട് വൃത്തിയിൽ കൊണ്ടെടുക്കണം ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് UAE മാലിയുള്ള പോലെ അങ്ങനെ ഒരാൾ സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിലപ്പോഴൊക്കെ ആഗ്രഹിച്ചു പോകും. ഒരു ചേച്ചി വരുന്നുണ്ട് കേട്ടോ. ചേച്ചി ഉഷാറാണ്, പക്ഷേ ചേച്ചിക്ക് ആഴ്ചയിൽ ഒരിക്കലേ വരാൻ പറ്റുള്ളൂ. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ആ വരുന്ന ദിവസം ഭയങ്കര വൃത്തിയാക്കിയിട്ട് ചേച്ചി പോകും. അപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നല്ലൊരു ആ ചേച്ചീനെ പോലത്തെ ഒരു ചേച്ചീനെ ഡെയിലി കിട്ടുമായിരുന്നെങ്കിൽ, ഇവിടെ തൊട്ടടുത്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ഒന്ന് പറയണം കേട്ടോ. ഡെയിലി വന്നു പോകുന്നത്, കാരണം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത്. പക്ഷേ എനിക്ക് സാറ്റിസ്ഫാക്ഷനും വേണം, അല്ലാണ്ട് വെറുതെ ആൾക്കാർ വന്നിട്ടും കാര്യമില്ല. കാരണം മൊത്തത്തിൽ നന്നായിട്ട് ഒരു സ്വന്തം വീട് പോലെ നോക്കിയിട്ട് വൃത്തിയാക്കുന്ന ആൾക്കാരുണ്ടാവില്ല അങ്ങനെ. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് എനിക്ക് ഇനി ഹെർബൽസിലോട്ട് പോകാണ്ട്, റോസ് ഹെർബൽസിലോട്ട് പോകാണ്ട്, പിന്നെ കുറച്ച് സാധനങ്ങൾ ബാങ്കിലോട്ട് പോകാണ്ട്, അങ്ങനെ കുറച്ച് പണികളുണ്ട്. ഇന്നാണെങ്കിൽ റോഹിക്ക് സ്കൂളില്ല. അപ്പോൾ റോഹിക്ക് ഭയങ്കര സങ്കടം ഞാൻ പോകുന്നതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുമ്പോൾ ചോക്ലേറ്റ് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ടാണ് പോകുന്നത് കേട്ടോ. ആൾക്ക് സ്കൂളില്ലെങ്കിൽ ഞാൻ പോകുമ്പോൾ ഭയങ്കര വിഷമമാണ്. എൻ്റെ കൂടെ വിടാൻ ഇക്കാക്കും സമ്മതമല്ല. ഇക്ക പറഞ്ഞ് നീ നോക്കൂല കുട്ടീനെ എന്നൊക്കെ പറഞ്ഞ്. ശരിയാണ്, ഞാൻ ഓരോ തിരക്കിലിങ്ങനെ ഓടിക്കൊണ്ടിരിക്കില്ല. അപ്പം ചിലപ്പം അവളിങ്ങനെ കരയുമ്പോൾ ചിലപ്പം നമുക്ക് മനസ്സ് പാളിപ്പോയാലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ റിസ്ക് എടുക്കാനും നിൽക്കാറില്ല. ഇക്കാൻ്റെ കൂടെ അല്ലാണ്ട് പിന്നെ അവളെ കൊണ്ടുപോകാനും പറ്റില്ല. കൊണ്ടുവരേണ്ടത് ചോക്ലേറ്റ് ഇട്ടാ. ഞാൻ സ്കൂളിലേക്ക് പോണേ. ഹേമ മാം വിളിക്കുകയും വിളിച്ചിട്ടുണ്ടായിരുന്നു അത് ചെല്ലാൻ. ഇത് കൊടുന്നിട്ട് മക്ക് ഇത് വിളിച്ചോ, ഇത് വണ്ടി കൊടുന്നിട്ട്.
അപ്പോൾ എൻ്റെ മാനേജർ അവളിപ്പം ഉള്ളതുകൊണ്ട് ഒരുപാട് സമാധാനം കേട്ടോ. ശരിക്കും എൻ്റെ വീട്ടിലും എല്ലാവരും പറയാറുണ്ട് ആളുള്ളതുകൊണ്ട് കുറച്ചെങ്കിലും എൻ്റെ ഒരു ബിസി കുറഞ്ഞു. അല്ലെങ്കിൽ ശരിക്കും എനിക്കിത് മാനേജബിൾ അല്ല. അത്രയും ഭയങ്കര പണികളാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ അപ്പോൾ ഇനി ബാങ്കിലോട്ട് പോകണം. ബാങ്കിലോട്ട് പോകുന്ന വീഡിയോ ഞാൻ എടുത്തു. പിന്നെ ബാങ്കിൽ കയറിയിട്ട് ഒരു 2 മണിക്കൂർ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ആകെ എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അത് എടുത്തില്ല കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങി പിന്നെ അടുത്തത് ഡ്രസ്സ് അടിക്കാൻ കൊടുക്കാനുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ നാത്തൂൻ്റെ മോളുടെ കല്യാണമാണ്. ഇപ്പോഴും ഡ്രസ്സ് നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ, അത് വേറെ കാര്യം. അപ്പം ക്ലോത്ത് എടുക്കണം, സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണം. അപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ളത് എവിടെയാണെന്നറിയോ? നമ്മൾ PSM ഇല്ലേ, PSMൻ്റെ അടുത്തുള്ള ഫാബ്ദിയ ഡിസൈൻസിൻ്റെ അകത്താണ്. അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ, അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് പരാഗ്. അപ്പോൾ അവിടുന്ന് ഡ്രസ്സ് എടുത്തിട്ട് ഫാബ്ദിയ ഡിസൈൻസിൽ അടിക്കാനാണ് കൊടുക്കുന്നത്. നമ്മളെ ഹൗസ് വാമിങ്ങിൻ്റെ ഡ്രസ്സ് ചെയ്തെന്ന ഇവരാട്ടോ, നാസിത്ത. അപ്പം നാസിത്തിൻ്റെ എനിക്കുള്ളൊരു സന്തോഷം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് പറഞ്ഞു കൊടുത്താൽ മതി. നാസിത്ത അത് ഡിസൈനാക്കി നല്ല അടിപൊളിയാക്കിയിട്ട് നമുക്ക് മാച്ച് ആക്കിയിട്ടുള്ള ചെയ്തു തരും. നമ്മൾ ഹൗസ് വാമിങ്ങിന് അങ്ങനെ തന്നെയായിരുന്നു. ചെറുതായിട്ട് ഞാൻ അളവുകളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. മൂപ്പർ അവരവരുടെ രീതിയിൽ. പക്ഷേ എനിക്ക് ഭയങ്കര ആത്മവിശ്വാസമാണ്, അവരെനിക്ക് നല്ലത് ചെയ്തു തരുള്ളൂ എന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടല്ലോ, അതുകൊണ്ട്. അപ്പം ആളാണെങ്കിലും നല്ല അടിപൊളിയാണ്. നല്ല ഡിസൈൻസൊക്കെ നമുക്ക് മാച്ചിങ് ആയിട്ടുള്ള ഡിസൈൻസൊക്കെ, നല്ല കളർ കോമ്പിനേഷൻസൊക്കെ നമുക്ക് പറഞ്ഞുതരും. അപ്പോൾ ഇത്തവണ നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമൊക്കെ ചെയ്തു തരുന്നുണ്ട്. ഇൻഷാ അല്ലാ നന്നാവും എന്നുള്ളൊരു പ്രതീക്ഷ നന്നായിട്ടുണ്ട് എനിക്ക്. അതുകൊണ്ട് ഞാൻ വല്ലാണ്ടൊന്നും അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല. കാരണം എനിക്കിപ്പം ഡ്രസ്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആലോചിക്കാനുള്ളൊരിതില്ല. പക്ഷെ നമുക്ക് കല്യാണത്തിന് പോകുമ്പോൾ ഡ്രസ്സ് ഇടണമല്ലോ, എനിക്കും മക്കൾക്കും വേണമല്ലോ. പിന്നെ മക്കളൊക്കെ പാവല്ലേ, കാരണം അവർക്ക് ഇപ്പം നമ്മളെ സിറ്റുവേഷൻ എന്താ ഒന്നും അറിയില്ല. അപ്പം അവർക്കാണെങ്കിൽ ഭയങ്കര നാത്തൂൻ്റെ മോളെ കല്യാണം ആയതുകൊണ്ട് ഭയങ്കര അത് ചെയ്യണം എന്നൊക്കെ. പക്ഷേ എനിക്കാണെങ്കിൽ ഇതിനൊന്നും നേരമില്ല. അപ്പോൾ ഇനി മക്കൾക്ക് എന്തൊക്കെയോ ചെയ്ത് വാങ്ങിക്കാനും ഒക്കെ ഉണ്ട്. പിന്നെ അതുപോലെ റീനുവിന് കോളേജിലോട്ട് ഹോസ്റ്റലിലോട്ട് പോകാനുള്ള സാധനങ്ങൾ റെഡിയാക്കാനുണ്ട്. ഒന്നും റെഡിയാക്കിയിട്ടില്ല. നെക്സ്റ്റ് വീക്കാണ് റീനുവിന് ഹോസ്റ്റലിലോട്ട് പോകാനുള്ളത്. അങ്ങനെ എന്തായാലും എല്ലാം അവിടെ ഒന്നും നിൽക്കില്ല, എല്ലാം കൊണ്ട് കഴിഞ്ഞു പോകും, അത്രയേ ഉള്ളൂ. പിന്നെ ഓരോ ക്ലോത്ത് നോക്കി കുറേ കഴിയുമ്പോൾ നമുക്ക് ഭ്രാന്ത് പിടിക്കും. ഏതാ വേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്ന് അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ. കുറേ കളേഴ്സ് നോക്കി ഏത് കളറാണ് വേണ്ടത്, ഏതാ ചൂസ് ചെയ്യേണ്ടത്, അങ്ങനത്തെ കുറേ എന്താ പറയുക കൺഫ്യൂഷൻസ് വന്നു. പിന്നെ നമുക്ക് ഇഷ്ടപ്പെടുമ്പോൾ അത് തുണി നമുക്ക് എല്ലാവർക്കും കൂടി സ്റ്റിച്ച് ചെയ്യാനുള്ള തുണി ഉണ്ടാവില്ല. അങ്ങനെ അപ്പോൾ ഏതാണ് ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടപ്പെട്ടതെന്നൊക്കെ പറയൂ. അതുപോലെ തന്നെ പിന്നെ 2-3 ദിവസത്തെ പരിപാടികളുണ്ടല്ലോ, ബാക്കിയുള്ള ദിവസത്തൊക്കെ പിന്നെ നമ്മളെ പഴയ ഡ്രസ്സുകളൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാ ദിവസവും ഡ്രസ്സ് എടുക്കാനൊക്കെ ഒരു മൂഡില്ല. പിന്നെ അവിടെ നമ്മുടെ വ്യൂവേഴ്സിനെ കണ്ടു. പിന്നെ അങ്ങനെ നെസ്റ്റോ വന്നു കേട്ടോ. നെസ്റ്റോയിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. അപ്പോൾ അപ്പോഴാണ് ഇവർ എൻ്റെ ബാഗ് ഇട്ട് ടാഗ് ചെയ്ത് കണ്ടോ, മൊത്തം ലോക്ക് ചെയ്തിട്ടിട്ടുണ്ട്. എനിക്ക് ബാഗ് അവിടെ വെച്ച് പോകാനും പറ്റില്ല, കുറച്ച് ഡോക്യുമെൻറ്റ്സ് അതിലുണ്ട്. അപ്പോൾ എനിക്ക് ചിരി വരിക, കാരണം 2 ഫോണുണ്ട് എനിക്ക്. 2 ഫോണിലും എനിക്ക് ഫോൺ ആവശ്യമുണ്ട്. അപ്പോൾ അത് ബാഗിനുള്ളിൽ വെച്ചാൽ പിന്നെ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റില്ല. അപ്പോൾ 2 ഫോണും കൈ പിടിക്കുന്നുണ്ട്. ഇത് ട്രോളി ഉന്തും വേണം, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. അവിടെ നമ്മൾ കുറച്ച് വ്യൂവേഴ്സിനൊക്കെ കണ്ടു. എല്ലാവരും ഒന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. എവിടെ ചെന്നാലും കുറേ ആൾക്കാരെ കാണാറുണ്ട് കേട്ടോ. എന്താ പറയുക, ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമുക്കൊരു സന്തോഷമാണല്ലോ നമ്മൾ പുറത്തുനിന്ന് ആൾക്കാർ തിരിച്ചറിയുക എന്നുള്ളത്. പക്ഷേ ചില സമയത്തുണ്ടല്ലോ, നമ്മൾ തിരക്ക് പിടിച്ച് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിൻ്റെ ഇടയ്ക്കായിരിക്കും നമുക്ക് ചില കോൾസ് വരിക. നമ്മൾ വ്യൂവേഴ്സ് തന്നെ വിളിക്കുന്നതാണ്. അപ്പം നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കുറേ ഫോൺ കോൾസ് എനിക്കിന്ന് വന്നിട്ടുണ്ടാവും. ഇന്നെന്നല്ല, എപ്പോഴും എനിക്ക് വരലുണ്ട്. നമ്മളെന്തെങ്കിലും ഒരു ഹറിബറിയിലാവുന്ന സമയത്ത് അത് നമ്മളെ വ്യൂവേഴ്സ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ പറയും, ഞാൻ തിരക്കിലാണ്, കുറച്ച് എൻ്റെ വിളിക്കുമെന്ന്. അപ്പോഴും ഒരു കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടൊക്കെ വെക്കുകയുള്ളൂ കേട്ടോ. പിന്നെ ആരെയും മുഷിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെറുതായിട്ട് സംസാരിച്ചിട്ട് വെക്കും. അപ്പം അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഫോൺ ചെവിയിൽ വെച്ചിട്ടുള്ളത് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. നിങ്ങൾ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചാൽ, ഞാൻ വോയിസ് കൊടുക്കുമ്പോഴാണ് ശ്രദ്ധിച്ചത്. അതൊക്കെ നമ്മളെ മാനേജർ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കും. ഇതിപ്പോൾ വിളിച്ചിട്ടുള്ളത് എനിക്കൊരു പേഴ്സണൽ കോൾ വന്നാൽ കേട്ടോ. പിന്നെ ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാണ്ട്, എൻ്റെ വീട്ടിൽ പോകാണ്ട്, അവിടുന്ന് അനിയത്തിൻ്റെ വീട്ടിലോട്ട് പോകാണ്ട്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഹെർബൽസിലോട്ട് പോകാണ്ട്, അങ്ങനെ. സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഷോപ്പിങ്ങിന് നെസ്റ്റോയിലൊക്കെ വന്നിട്ട് കുറേ ദിവസങ്ങളല്ല മാസങ്ങളായിട്ടുണ്ടാവും. നമ്മൾ ഫ്ലാറ്റിലാവുമ്പോഴും ഞാൻ നെസ്റ്റോയിൽ അധികം വരാറില്ല. കാരണം ഇവിടെ വന്നാൽ നമുക്ക് പുറത്തിറങ്ങാൻ ഭയങ്കര പാടാണ്. അപ്പം നമ്മൾ സാധാ അടുത്തുള്ള ഷോപ്പുകളിലൊക്കെ പോയിട്ട് സാധനം വാങ്ങിക്കും, സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ പോയി വാങ്ങിക്കും. അവർക്കും കച്ചവടം വേണമല്ലോ, അങ്ങനെ.
അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അനാവശ്യമായിട്ടുള്ള കുറേ സാധനങ്ങൾ വെറുതെ എടുത്തിടും. ഓഫർ കണ്ടാൽ ഇതെടുത്തിടും. അതിനൊന്നും ആവശ്യമില്ലല്ലോ. നമുക്ക് ആവശ്യമുള്ള മാത്രം കിട്ടണമെങ്കിൽ സൂപ്പർ മാർക്കറ്റ്സിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഷോപ്പുകളിൽ പോകണം. എന്നാലേ നമുക്ക് ആവശ്യമുള്ള മാത്രം കിട്ടുള്ളൂ. അപ്പോൾ ഇതിപ്പം ഇക്കാക്ക് വാങ്ങിക്കാണ് നട്ട്സ് കേട്ടോ. ഇക്ക അപ്പോൾ യു എയിലായ സമയത്ത് എപ്പോഴും കഴിച്ചിരുന്നതാണ്. ഇപ്പം കഴിക്കാറില്ല. കാരണം എന്താ പറയുക, ഇതിനായിട്ട് നമ്മൾ ഇറങ്ങേണ്ടി വരും. അപ്പം നമ്മൾക്കങ്ങനെ ഇറങ്ങാൻ പുറത്തിറങ്ങിയാലാണെങ്കിൽ ഒരുപാട് പണികളുണ്ടാവും. അപ്പോൾ ഇതിനൊന്നും ഓർമ്മ ഉണ്ടാവില്ല അങ്ങനെ. പിന്നെന്താ, ഇവിടുന്ന് പിന്നെ നമ്മൾ നേരെ എൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. കുറേ പണികളുണ്ട്. പക്ഷേ എന്താ പറയുക, നമ്മളിങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ എനിക്ക് പെർഫെക്ഷൻ ഇല്ലാണ്ട് എന്തെങ്കിലും ചെയ്യുന്ന ഒട്ടും ഇഷ്ടമില്ല. അപ്പോൾ അതിനുള്ള സമയമില്ല. ചിലരൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട് ഓരോ കാര്യങ്ങൾ. അപ്പം ഞാൻ അവരോട് പറയുന്നതാണ്, സത്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ ലൈഫ് ഒരു നിമിഷം പോലും എനിക്ക് വെറുതെ ഇരിക്കാനുള്ള സമയമില്ലാത്തൊരവസ്ഥയാണ്. പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളൊരു കാര്യമാണ്. ഞാൻ വെറുതെ കുറച്ച് നേരം ഫോണും പിടിച്ച് ഒന്ന് റീൽസ് കണ്ടിരിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ അതിനുള്ള സമയം എനിക്കില്ല. എനിക്ക് ഇൻഷാ അള്ളാ സമയം കിട്ടുമായിരിക്കും. പക്ഷെ ആ സമയം ഇല്ലാത്തതുകൊണ്ടുള്ളൊരു ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഓരോന്ന് ആലോചിച്ചിട്ട് സങ്കടപ്പെട്ട് മീൻസ് ടെൻഷൻ അടിച്ച് അതിന് നേരം ഉണ്ടാവുള്ളൂ. ഓക്കെ, അത് വിടാം. നമുക്ക് ഇനി എൻ്റെ വീട്ടിലോട്ട് പോകട്ടെ. എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മ ഇതുവരെ നമ്മളെ മാനേജറെ കണ്ടിട്ടില്ല. വീഡിയോയിൽ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഉമ്മക്ക് ഭയങ്കര സന്തോഷം. ഉമ്മ ഇങ്ങനെ പറയുന്നുണ്ട് അവളുള്ളതുകൊണ്ട് ഭയങ്കര ഞാൻ കുറച്ചൊന്ന് റിലാക്സ്ഡ് ആയി എന്നൊക്കെ. പിന്നെ അടുത്തത് നമ്മളെ റോസ് ഹെർബൽസിലെത്തി. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അനിയത്തിൻ്റെ വീട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ കുറച്ച് നേരം ഇരുന്നു, ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും കാണിച്ചിട്ടില്ല. പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായില്ല. അപ്പോഴേക്കും എൻ്റെ ഫോണ് സ്വിച്ച് ഓഫായി ചാർജ് കഴിഞ്ഞിട്ട്. പിന്നെ ഇതാ നമ്മൾ റോസ് ഹെർബൽസിലെ പാക്കിങ്ങാണ്. നമ്മൾ മുമ്പത്തെ പാക്കിങ് ഇതാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ പാക്കിങ്ങിൽ നമ്മൾ അത്ര സ്റ്റാൻഡേർഡാക്കി ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇനി മുതൽ നമ്മൾ ചെയ്യുന്നുണ്ട് ഇൻഷാ അള്ളാ. നല്ല മാക്സിമം സ്റ്റാൻഡേർഡാക്കിയിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം മാഷാ അല്ലാ ഒരുപാട് ആൾക്കാർ ഭയങ്കര നല്ല ഫീഡ്ബാക്ക്സ് തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തന്നെ ശരിക്കും ഇതിനെ പറ്റി എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അത്രയും നല്ല പ്രോഡക്റ്റ്സാണ് കേട്ടോ. ഫേസ് ഗ്ലോ ഓയിൽ, ലിപ് ബാമൊക്കെ നമുക്ക് രാത്രിയൊക്കെ ആ പ്ലെയിൻ ലിപ് ബാമില്ലേ, അതൊക്കെ രാത്രിയൊക്കെ നമ്മൾ തേച്ച് കിടന്നാൽ രാവിലെയൊക്കെ ആകുമ്പോൾ നമ്മുടെ ലിപ്പിനുണ്ടാവുന്ന മാറ്റങ്ങൾ ചെറുതല്ല കേട്ടോ. ഇത് നമ്മൾ അടുപ്പാണ് ഇവിടുത്തെ. പിന്നെ ഇത് നമ്മളെ പാർട്ട്ണർ ഫാത്തിമയുടെ ഉപ്പയാണ് കേട്ടോ. എൻ്റെ ഉപ്പാനെ പോലെ തന്നെ എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ എൻ്റെ ഉപ്പാനെ വിളിച്ചു വരുത്തി. കാരണം എൻ്റെ ഉപ്പാനെ പോലെ തന്നെയാണ് ആൾ ഭയങ്കര സംസാരമാണ്. പിന്നെ മക്കൾക്ക് വേണ്ടിയിട്ട് എന്നും ചെയ്യുന്ന ആളാണ് കേട്ടോ. അപ്പോൾ ഫാത്തിമയുടെ ഉപ്പ ഇതേപോലെ തന്നെ നമ്മളെ വീട് നമ്മളെ ഈ ഹെർബൽസ് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി വന്നതായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഉപ്പ ഇപ്പം വന്ന് പോയേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഉപ്പാനെ ഞാൻ വിളിച്ചു വരുത്തി. ഇനി നമ്മളെ പാക്കിങ് എങ്ങനെയാണെന്നുള്ളതും കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് വരുന്നത്. അതുവരേക്കും നമ്മൾ പാക്കിംഗ് ഒന്ന് കണ്ടു നോക്കി. നമ്മളിതാ നമ്മളെ സോപ്പുകളൊക്കെ ഇതാ ഈ ഒരു പാക്കിങ്ങിലാണ് കൊടുക്കുന്നത്. നമ്മളെ റോസ് ഹെർബൽസിലെ ബേബി സോപ്പില്ലേ, അതെന്തായാലും നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കി. ഞങ്ങളിപ്പം എൻ്റെ വീട്ടിലൊക്കെ നമ്മളിപ്പം മീൻസ് ഇവിടെ മക്കളും റൂമിലൊക്കെ എല്ലായിടത്തും വെച്ചിട്ടുള്ളത് ഈ ബേബി സോപ്പാട്ടോ. അതുകൊണ്ട് ബാത്റൂമിനകത്ത് പോകുമ്പോൾ ഒരു പ്രസവിച്ച ബേബീസിൻ്റെ ഒരു മണമില്ലേ, അതാണ് വരുന്നത്. ഇക്കാക്കും ബേബി സോപ്പാണ് യൂസ് ചെയ്യുന്നത്. കാരണം അത്രയും ഭയങ്കര അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ ബേബി സോപ്പ്. ബേബി സ്കിന്നാവാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു സോപ്പാണ്. ഇപ്പം എല്ലാവർക്കും യൂസ് ചെയ്യാം, ബേബീസിന് മാത്രമല്ല. അപ്പോൾ ആദ്യം ഞാനിതാ ഇങ്ങനെയൊക്കെ വെച്ച് നോക്കി. നമ്മൾ ഫസ്റ്റ് പാക്കിംഗ് ആണല്ലോ, അതായത് നമ്മൾ മിസ്റ്റേക്സിലൂടെ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുന്നത്. ഇപ്പം നമ്മളുടെ ഈ ഒരു പ്രൊഡക്റ്റിൽ നമുക്ക് വന്ന മിസ്റ്റേക്ക് പാക്കിംഗ് ആയിരുന്നു. അപ്പോൾ ആ പാക്കിങ് എനിക്ക് വേണമെങ്കിൽ ഇതൊന്നും കൊടുക്കാണ്ടിരിക്കാം. പക്ഷെ ഞാൻ കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരിക്കലും പെർഫെക്റ്റ് അല്ല. നമ്മൾ ആ പെർഫെക്റ്റ് എങ്ങനെ ആവുക, നമ്മൾ ഓരോ മിസ്റ്റേക്സ് ആയിട്ട് നമ്മളതിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കൂലേ, അങ്ങനെയാണ് പെർഫെക്റ്റ് ആവുക. എനിക്ക് മനസ്സിലായ കാര്യം, ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിനേക്കാളും ആൾക്കാർ നോക്കുന്നത് അതിൻ്റെ പാക്കിങ്ങിലാണെന്ന് തോന്നുന്നു. ഞാൻ ക്വാളിറ്റി മാത്രമേ നോക്കിയുള്ളൂ, അതിൻ്റെ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ആ ഒരു ഗുണമേന്മ നോക്കിയുള്ളൂ, പാക്കിങ് നോക്കിയില്ല. അപ്പോൾ ഇൻഷാ അല്ലാ ഇനി നമ്മളിങ്ങനെ പാക്കിങ്ങിലാണ്. ഇനി ബോക്സ് ഒന്നുകൂടി നന്നാക്കണം. ബോക്സ് ഒന്നുകൂടെ നമ്മൾ പ്രിൻ്റൊക്കെ കൊടുത്ത് നമ്മൾ പേരൊക്കെ പ്രിൻ്റ് ചെയ്ത് അങ്ങനത്തെ ബോക്സ് ആക്കണം ഇൻഷാ അല്ലാ. അതുപോലെ നല്ലൊരു പ്രിൻ്റർ വാങ്ങിക്കണം. എല്ലാം കുറേശ്ശെ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ പുതിയ സംരംഭമാണ്. പിന്നെ എല്ലാം കൂടി ഇരിക്കുന്നതിന് മുമ്പ് കാൽ നീട്ടുക അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയൊന്നും നമ്മൾ ചെയ്യുന്നില്ല. കാരണം നമുക്ക് നഷ്ടമാവരുത്, എന്നാലോ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ വേണം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കുറേശ്ശെ തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് പാക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ,
ഇനി എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. വലിയ സജഷൻസ് പറയരുത്. പാക്കിങ്ങിൽ ഒരുപാട് ഇപ്പോൾ എക്സ്പെൻസ് ഇപ്പോൾ ഈ ഒരു ബോക്സിന് ഈ ബോക്സുകളൊക്കെ നല്ല ലോ പ്രൈസിൽ നല്ല ക്വാളിറ്റി ബോക്സുകൾ കിട്ടുന്ന സ്ഥലമൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് എനിക്ക് ഷെയർ ചെയ്യുക കേട്ടോ. കാരണം നമുക്കിതൊക്കെ കുറച്ച് എമൗണ്ടിലാണ് കിട്ടുന്നത്, വലിയ എമൗണ്ടിൽ തന്നെ കിട്ടുന്നത്. അതായത് ഒരു ബോക്സിനൊക്കെ നല്ല റേറ്റ് വരുന്നുണ്ട്, ഹോൾസെയിൽ എടുക്കുകയാണെങ്കിലും റേറ്റ് വരുന്നുണ്ട്. അപ്പം ചീപ്പായിട്ട് അങ്ങനത്തെ ബോക്സുകളൊക്കെ കിട്ടുന്ന സ്ഥലം ഉണ്ടെങ്കിൽ ഒന്ന് പറയൂ കേട്ടോ. അങ്ങനെ എൻ്റെ ഉപ്പയും ഫാത്തിമയുടെ ഉപ്പയും കൂടി സംസാരിച്ചു. എൻ്റെ പാർട്ട്ണറുടെ പേര് ഫാത്തിമയാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഫാത്തിമയുടെ ഉപ്പ ബ്രോസ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. വരുമ്പോൾ ഞങ്ങളെ കഴിപ്പിച്ച് അവിടുന്ന് വിട്ടത് കേട്ടോ. എല്ലാവരും ഭയങ്കര അങ്ങനത്തെ ഒരു ആൾക്കാർ. എനിക്ക് എൻ്റെ ഉപ്പാനെ പോലെ തന്നെ തോന്നി. എൻ്റെ ഉപ്പ ഇങ്ങനെ തന്നെയാണ്, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനും മക്കൾക്ക് കൊണ്ടു കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ഉപ്പയും ഉമ്മയൊക്കെ കേട്ടോ. അതുപോലെ തന്നെ ഫാത്തിമയുടെ വീട്ടുകാരും. എന്തായാലും അൽഹംദുലില്ലാ നല്ലൊരു ഡേ ആയിരുന്നു. നല്ല ബിസിയുള്ള ഡേ ആയിരുന്നു. എന്നാലും ആ ബിസി നമുക്കൊരു എൻജോയ് ചെയ്യാവുന്ന ബിസി ആയിരുന്നു കേട്ടോ. ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ ഞാൻ രാത്രിയിൽ ഇങ്ങനെ എല്ലാം കഴിഞ്ഞ് നോക്കുമ്പം ഞാനിങ്ങനെ വിചാരിക്കും, എനിക്ക് എന്നെ തന്നെ അഭിമാനം തോന്നുന്ന നിമിഷങ്ങളായിരുന്നു. ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്ന് എനിക്ക് തോന്നിപ്പോയി. അങ്ങനെ പിന്നെ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ തന്നെ 8 മണി 9 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഏതായാലും ബ്രോസ്റ്റഡൊക്കെ കഴിച്ചല്ലേ. അപ്പം മക്കൾ അവിടെ ഒന്നും മീൻസ് സാധാ നോർമൽ ഫുഡ് കഴിക്കില്ല. അപ്പോൾ എനിക്കെന്തോ ഒരു വിഷമം. അപ്പം ഞാൻ പോകുന്ന വഴിക്ക് അവർക്ക് ബ്രോസ്റ്റഡ് വാങ്ങിച്ചു, പിന്നെ കുറച്ച് ഷവർമയും വാങ്ങിച്ചു. എനിക്കൊരു സമാധാനമില്ല. കാരണം അവരിങ്ങനെ മീൻസ് ഞാൻ ഇല്ലെങ്കിൽ പിന്നെ അവരുടെ കാര്യം കട്ട പോകുകയാണ്. ഉള്ളത് ചോറും കറിയും ഉണ്ടാക്കി കൊടുത്ത് പോകുന്നതാണ്. അപ്പോൾ ആ ഉള്ളതേ കഴിക്കുന്നുണ്ടാവുള്ളൂ, വേറെ ഒന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ പിന്നെ അത് വന്നപ്പോൾ ഞാൻ വരുമ്പോഴുള്ളൊരു സന്തോഷം നിങ്ങൾക്ക് കാണാം. ഞാൻ കൂടുതൽ വീഡിയോ എടുത്തിട്ടില്ല, അപ്പോഴേക്കും എൻ്റെ ഫോണിൽ ചാർജ് കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങൾ. ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ.